Afghanistan, Albania, Algeria, Andorra, Angola, Egypt, Barbuda, Algeria, Albania, Austria, Azerbaijan, Bulgaria. ഇതാണ് റിഷാൻ ദിയാൻ. വെള്ളൂർ സ്വദേശിയാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. അതായത് 3 മിനിറ്റ് 13 സെക്കൻഡിൽ 193 രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പറയാം. ഓക്കെ. Afghanistan, Albania, Algeria, Andorra, Angola, Kenya, and Barbuda. ഇനി നമുക്ക് മൂലകങ്ങളെ പേര് പറഞ്ഞാലോ? ഹൈഡ്രജൻ, helium, lithium, beryllium, boron, carbon, oxygen, fluorine, neon, sodium. 5 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്കുറുമ്പന്. ഒട്ടനവധി വിവരങ്ങളാണ് ഇതിനകം തന്നെ ഈ ഒരു 5 വയസ്സിൽ തന്നെ ഈ ഒരു കുഞ്ഞു മോനുള്ളത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? LKG. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? Little school. ഈ ഒരു ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് കിട്ടിയതിന് ശേഷം MLA ഒക്കെ കാണാൻ വന്നോ? നിയുക്ത MLA കാണാൻ വന്നോ? എന്ത് പറഞ്ഞു? അത് പറഞ്ഞു കൊടുത്ത്. എന്താ പറഞ്ഞു കൊടുത്തേ? പേരൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ? MLA എന്ത് പറഞ്ഞു? ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞ്. ഗുഡ് ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിഷാൻ ശരിക്കും ഒരു ഗുഡ് ബോയ് തന്നെയാണ്. ഇത് മാത്രമല്ല ഇനി സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റൽസും പറയും. അത് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞോ. ആന്ധ്രാപ്രദേശ്, അരുണാചൽപ്രദേശ്, ഉത്തരാഖണ്ഡ്, ആസാം, ദിസ്പൂർ, ബീഹാർ, പാട്ന, ഛത്തീസ്ഗഡ്, ജയ്പൂർ, ഗോവ, പൊറാച്ചി, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഹരിയാന, ചണ്ഡീഗഡ്. റിഷാന്റെ അമ്മയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. എന്ത് തോന്നുന്നു മോൻ ഇങ്ങനെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചപ്പോൾ? വളരെ അഭിമാനം തോന്നുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മോൻ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന 10 മിനിറ്റ് വെച്ചാണ് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തത്. ഈ ജില്ലകളുടെ പേരായാലും ചെറിയ നാളിൽ മുതലേ അവൻ 3 വയസ്സ് മുതലേ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് കിട്ടുന്നത്. എന്തായാലും അമ്മ പറഞ്ഞ പോലെ തന്നെ റിഷാൻ ഇനിയുള്ള കുട്ടികൾക്കൊരു പ്രചോദനമായി മാറട്ടെ. ഈ ഒരു വിദ്യാഭ്യാസം, ഇതുപോലുള്ള അറിവുകളൊക്കെ ഇനി വളരുന്ന കുട്ടികൾക്കും അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അവർക്കൊരു പ്രചോദനമായി മാറട്ടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.